പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പകര. പ്രാക്ടിക്കൽ മാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്ന ഒരു പ്രധാനം ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആയോധനം എന്നുള്ള ഒരവസ്ഥയെക്കുറിച്ചാണ്. ആയുധവുമായി ബന്ധപ്പെട്ടത് അതിന് പല അർത്ഥങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ആയോധനത്തെ നമ്മൾ 3 ഡിവിഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. 3 ഡിവിഷനിൽ ഒന്നാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് ആയോധന കല, മാർഷൽ ആർട്ട് എന്ന് പറയും. അത് നമ്മൾ എന്നും യുദ്ധമൊന്നുമില്ലല്ലോ, ആ യുദ്ധമില്ലാത്ത സമയത്ത് ഇതൊരു കല പോലെ പഠിച്ചു വെച്ചാൽ നമുക്ക് വരുന്ന സമയത്ത് അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെയാണ് പരിശമുട്ടുകളി, അതുപോലെ വില്ലടിച്ചമ്പാട്ട്, അങ്ങനെ പറഞ്ഞ പലതും എവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങളായി കൊണ്ടുവരികയാണ്. അപ്പം യുദ്ധസമയത്ത് അത് ഉപയോഗിക്കും. ചെറിയ പരിചയമൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്ന കണ്ടിട്ടില്ലേ പരിശമുട്ടുകളി. അതിനകത്തുള്ള എല്ലാ വെട്ടുകളും ശക്തമായ വെട്ടുകളും തടയലുകളും ഒക്കെയാണ്. പരിശമുട്ടുകളി പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും അത്. അപ്പോൾ അതൊരു കലയായിട്ട് നമുക്കത് സൂക്ഷിക്കാൻ പറ്റും, മറിച്ച് ആയോധന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ആയോധന കല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സെൽഫ് ഡിഫെൻസ് ആണ്. ഒരാൾ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലേക്കാണ് വരുന്നത്. ഈ ഡിഫെൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കലാരൂപമേ ഉണ്ടാവില്ല, വൃത്തിക്ക് കാണാനോ ആസ്വദിക്കാനോ പറ്റുന്ന ഒന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് നമ്മൾ തട്ടി കയറി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഡിഫെൻസ്. ഇനി ഒഫൻസ് ഉണ്ട്. ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ അല്ലാത്തത്, ഇല്ലീഗൽ എന്ന് പറയും. അതാണ് ഒഫൻസ്. അത് അതിന്റെ മറ്റൊരു വശമാണ്. ഇങ്ങനെ 3 തരത്തിലൊന്ന് ഡിവിഷൻ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇല്ലീഗൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ റോഡിൽ ഒരു പച്ചക്കറി അരിയൊക്കെ വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്ന് വടിവാളിന് വെട്ടി, അത് ഒഫൻസാണ്. നിങ്ങൾ അയാളെ ഒന്നും ചെയ്തില്ല, പക്ഷെ അയാൾ ഒഫൻസാണ് ചെയ്തത്. ഒഫൻസിനെതിരെ ഈ പറയുന്ന മാർഷൽ ആർട്ട് പറ്റില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഡിഫൻസ് നമുക്ക് ചിലപ്പോഴേ പറ്റുള്ളൂ. അവിടെ ഒഫൻഡ് ആയിട്ടാണ് അവർ വരുന്നതെങ്കിൽ ആ ഒഫൻസിനെതിരെ ഓഫൻസ് തന്നെയാണ് നല്ലത്. അതായത് സ്ട്രീറ്റിൽ എപ്പോഴും ഡിഫൻസിനെക്കാട്ടിലും ഒരു പടി മുന്നിൽ ഞാൻ പറയുന്നത് ഒഫൻസ് ആണ്. അതുപോലെ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും ആർട്ടുമായി ബന്ധപ്പെട്ടതാണ് പറയുന്നതെങ്കിലും ഈ ആർട്ടുമായി ബന്ധപ്പെട്ട പറയുന്നതിൽ പലതിലും പ്രാക്ടിക്കലായിട്ട് നടക്കുന്നതൊന്നും ഉണ്ടാവില്ല. അതെങ്ങനെയാണെന്നാണ് നമ്മളിന്ന് കാണുക. എന്താണ് ഡിഫൻസ്, എന്താണ് ആർട്ട്, എന്താണ് ഒഫൻസ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നേരെ വീഡിയോയിലേക്ക്. ഇപ്പം നമ്മുടെ കോളറിന് കുത്തിപ്പിടിക്കുക, അടിക്കാനൊരുങ്ങുക, ഇതൊക്കെ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന പ്രക്രിയകളാണ്. നമ്മുടെ റോഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന നോർമലായ കാര്യങ്ങളാണ്. അപ്പോൾ അതിന് 3-4 തലങ്ങളിലൂടെ നമുക്കതിനെ വിവക്ഷിക്കാൻ പറ്റും. അതായത് അതിന് ചെയ്യുന്ന പ്രാക്ടിക്കലായിട്ടുള്ള മാർഷൽ ആർട്ട് എന്താണ്, ഡിഫൻസ് എന്താണ്, ഓഫൻസ് എന്താണ്, ഇതാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഇവർ ചെയ്ത് കാണിക്കുന്നത് പെടലിക്ക് പിടിക്കുമ്പോൾ നമ്മൾ സാധാരണ നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണത്തില്ലേ, കൈകൾ ചുറ്റി പെടലിക്ക് പിടിക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് കാണിച്ചു തരുന്നത്. നേരെ നോക്കുക. ഇവിടെ നമ്മൾ കൈ പിടിക്കുമ്പോൾ ആളെന്ത് ചെയ്യുന്നു, ആക്ഷനിൽ വെട്ടുന്നു. ഈ വെട്ടുന്ന സമയത്ത് നമുക്ക് 2 കാര്യങ്ങളാണ് ചെയ്യാവുന്നത്. ഒന്ന്, ഇത് ഊരിപ്പോവാതിരിക്കാൻ നമ്മൾ ഈ കോളർ തന്നെ മുറുകെ പിടിക്കും. കോളറെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഇങ്ങനെ കൈ ഇട്ടിട്ട് കയറ്റി പിടിക്കണം. ഇങ്ങനെ കണ്ടോ, കയറ്റി പിടിച്ചാൽ ആളിവിടെ അടിച്ചാൽ അയാളുടെ ഡ്രസ്സ് ഉൾപ്പെടെ പോകാൻ ചാൻസ് ഉള്ളത്. കണ്ടോ, ഇങ്ങോട്ട് വരത്തില്ല. അടിച്ചു നോക്കി, കണ്ടോ. ഒന്നത് ഇത് ഡിഫെൻസാണ്, നേരെ വിപരീത പ്രയോഗം. ഇനി അതില്ല, ഒഴുക്കാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ പിടിച്ചു, ആള് കൈ വന്നു, നമ്മളതിനെ ഒന്നും ചെയ്യുന്നില്ല, ഇത് വിട്ടുകൊടുക്കുന്നുണ്ടോ. വിട്ടുകൊടുക്കുമ്പോൾ ഗുണം വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ കൈ നോക്കി ഇവിടെ നിന്ന് ഇങ്ങനെ വരികയും ഇവിടെ നേരെ കണ്ട് തകർക്കുകയും ചെയ്യാം. നല്ല ആഴത്തിൽ നല്ലൊരു വെട്ടിയാൽ ബോധം പോകും. ഇതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ. ഇത് ഒഫൻസ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. ഒരാൾ ചെയ്യുന്നത് ഡിഫൻസ് ആണോ ഒഫൻസ് ആണോ എന്നറിയാൻ വഴിയുണ്ട്. ഇപ്പോൾ ഈ കൈക്ക് അടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ആൾ ഓടാതിരിക്കാൻ ഇങ്ങനെ പിടിച്ചിട്ടാണ്, അതാണ് കോളറിന് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആൾ ഓടാതെ പിടിച്ചിട്ട് നമുക്ക് അടിക്കാം. ഇതാണ് ഒന്നാമത്തെ വിധം. ഇനി രണ്ടാമത്തെ വിധത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പിടിക്കുന്ന പിടി നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗം ഉണ്ട്, ഈ ഏരിയ നമ്മൾ നേരെ ഇങ്ങനെ കയറ്റി കൊടുക്കണ്ടോ. അപ്പോൾ ആ ഒറ്റ ഇതിൽ ഞെട്ടും ആൾ. ഈ ഞെട്ടുന്ന സമയത്ത് ഈ പോകുന്ന കൈ ഇവിടെ അടിക്കുക, എന്നിട്ട് നമ്മൾ കുത്തിന് പിടിച്ച് വലിച്ചിട്ടൊക്കെയാണ് അടിക്കുന്നത്. ഇതാണ് ഒഫൻസ് എന്ന് പറയുന്നത്. അറിയാതെ നിൽക്കുന്ന ഒരാളെ പോയി നമ്മൾ അത് ഉപദ്രവിച്ച് തന്നെയാണ് പിടിക്കുന്നത്. അയാൾ അനങ്ങാതെ നിൽക്കുന്നു, ഉപദ്രവിച്ച് പിടിക്കുന്നു. ഇതാണ് ഒഫൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ചെയ്തത് മാർഷൽ ആർട്ടാണ്. നമുക്ക് സ്റ്റേജ് പ്രോഗ്രാമിൽ ചെയ്യാം. ഇത് നടക്കണമെന്നില്ല. എന്തുകൊണ്ടെന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ മാർഷൽ ആർട്ട് നമ്മൾ വിചാരിക്കുന്നത് സ്റ്റേജ് ഷോയിൽ നമുക്ക് എന്ത് ചെയ്യാം, വടി പിടിച്ചു മേടിക്കാൻ പറ്റും.
പഠിച്ച ഒരാളുടെ മുന്നിൽ വടി പിടിച്ചു മേടിക്കാൻ ചെന്നാൽ നല്ല അടി കിട്ടും, ഇടിച്ച് പഞ്ച് ചെയ്ത് ഇടപാട് തീർത്ത് കളയും. അപ്പോൾ അതുകൊണ്ട് ഇത് നടക്കില്ല. ഇനി ഇതിൽ ഡിഫൻസ് എങ്ങനെയാണ് നടക്കുന്നതാണ് അടുത്ത് കാണിക്കുന്നത്. ഇപ്പം ചെയ്ത ഡിഫൻസ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബ്ലോക്ക് ചെയ്യുന്ന അതേ സമയത്താണ് അറ്റാക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ അടിച്ച അടിക്ക് വെയിറ്റ് കുറവായിരിക്കും. അറ്റ് എ ടൈം ചെയ്യുക. ഇനി ഇതിൻ്റെ അപ്പുറത്താണ് നമ്മൾ അടുത്തൊരു സെക്ഷൻ, ഡിഫൻസിൽ തന്നെ അടുത്തൊരു സെക്ഷൻ ഉണ്ട്, അത് കാണിച്ചു തരാം. ഇവിടെ ചില ഡിഫൻസ് ശ്രദ്ധിച്ചോ? അടിച്ച അടിക്കിട്ട് നമ്മൾ തൊട്ടിട്ടേ ഇല്ല, മാറി നിന്നിട്ട് അറ്റാക്ക് ചെയ്ത് 1, 2, 3 ഈ 3 പ്രയോഗങ്ങളും വളരെ അപകടകരമായ സ്ഥലങ്ങളിൽ ആയതുകൊണ്ട് എതിരാളിയെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. ഇനി ചെയ്യുന്നതാണ് ഒഫൻസ്. കിട്ടി. ഇത് വരുന്ന ഒഫൻസാണ്. അയാൾ വടി കൊണ്ട് അടിക്കാൻ വരുന്നു, നമ്മൾ റോഡിൽ കിടക്കുന്ന കല്ല് പെറുക്കി എറിയുന്നു, രക്ഷപ്പെട്ട പോരെ? അവിടെ അയാൾ നമ്മളെ ഉപദ്രവിക്കാനായിട്ട് ഇപ്പോൾ കത്തിയായിട്ട് വരുന്നിടത്ത് നമ്മൾ കയറി പൂട്ടാനും പിടിക്കാനും നോക്കുന്നേക്കാളും നല്ലത് തൊട്ടടുത്ത് കിട്ടുന്നു. ഇപ്പം നമ്മളിരിക്കുന്ന ഒരു ചെയർ ആയിരിക്കാം, ഇനി അവിടെ റോഡിൽ കിടക്കുന്ന ഒരു കമ്പായിരിക്കാം, ഒരു മുള്ളുകമ്പി ആയിരിക്കാം, എന്താണോ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അത് ഫാസ്റ്റായിട്ട്, അതായത് മാർഷായിട്ട് പഠിക്കുന്ന ആൾക്ക് ആദ്യം വേണ്ടത് ഏത് അവസ്ഥയിൽ എവിടെ നിൽക്കുന്നോ അതിൻ്റെ പരിസ്ഥിതി, ചുറ്റുവട്ടത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ബോധവാനായിരിക്കണം. ഇത് നിർബന്ധം. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ റോഡിലാണെങ്കിലും എവിടെ നിൽക്കുമ്പോഴും നമ്മുടെ തൊട്ടടുത്ത് എന്തായാലും ആയുധങ്ങൾ ഉണ്ടാവും. ഈ ആയുധങ്ങളെ തിരിച്ചറിഞ്ഞ് എളുപ്പം ചെയ്യാൻ പറ്റിയാൽ എളുപ്പമായി. പണ്ടൊരാളെ ചോദിച്ചു, നിങ്ങൾ ഇത്രയും പഠിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ, ഞാൻ കല്ല് പെറുക്കി എറിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഒരു ചോദ്യം ഉണ്ടായതാണ്. പിന്നെ നമ്മൾ തിരിച്ച് പറഞ്ഞ മാർഗ്ഗം എന്ന് വെച്ചാൽ കല്ല് പെറുക്കി എറിയാൻ പറഞ്ഞു. അയാൾ കല്ല് പെറുക്കി എറിയാൻ കുനിഞ്ഞ സമയത്ത് ഞാൻ 2 ഏറ് കഴിഞ്ഞു. ഇത് അഭ്യാസിയുടെ കഴിവാണ്, വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്നാ വെച്ചാൽ അയാൾ കുനിഞ്ഞെടുക്കുന്നതാക്കി ശീലമില്ല, നമുക്ക് കുനിഞ്ഞ് നൂറുന്നും മെയ്പൈറ്റ് ചെയ്ത് നല്ല ശീലമാണ്. അപ്പോൾ അയാൾ കല്ലെടുത്ത് എറിയുന്നേക്കാൾ വേഗത്തിൽ എനിക്കറിയാൻ പറ്റും. അയാൾ വിചാരിച്ചത് എന്താണ്? അയാൾ കല്ലെടുത്ത് എറിയുമ്പോൾ നമ്മൾ വലിയൊരു അഭ്യാസം ചെയ്ത് അയാളെ കുടുക്കിലാക്കുമെന്നാണ് വിചാരിച്ചത്. അതല്ല അഭ്യാസം എന്ന് ഉദ്ദേശിക്കേണ്ടത്. അവിടെ അയാൾ കുനിഞ്ഞെടുത്താൽ അതിന് മുന്നേ നമുക്ക് 2 or 3 കല്ല് പെറുക്കി എറിയാൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ഒഫൻസ്. രക്ഷപ്പെടാൻ ഏറ്റവും നല്ല മാർഗം ഒഫൻസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. നിങ്ങളുടെ വിവരങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.